കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ലോകം ചർച്ച ചെയ്യുന്നത് ഇറാൻ ഇസ്രയേൽ യുദ്ധത്തെക്കുറിച്ചാണ്. ഓരോ ദിനവും പോരാട്ടങ്ങൾ അവസാനിക്കുന്നതിന് പകരം അതിൻ്റെ തീവ്രത വർദ്ധിക്കുന്നതിനാണ് ലോകം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരുന്നത്. മിഡിൽ ഈസ്റ്റിൽ കാലങ്ങളായി ഇസ്രയേൽ പലസ്തീൻ വിഷയം കലുഷിതമായി തുടർന്നു പോരുകയാണ്. അറബ് രാജ്യങ്ങൾ മിക്കതും വാക്കാലെങ്കിലും ഇസ്രയേലിനെ എതിർക്കുന്നുമുണ്ട്. കഴിഞ്ഞ കുറേ നാളുകളായി ഗാസയെ വലിയ തോതിൽ തന്നെ തകർക്കുന്നതും ലോകം കാണുകയുണ്ടായി. അത്തരത്തിലൊരു സാഹചര്യത്തിൽ നേരിട്ട് ഇസ്രയേലുമായൊന്നും അതിർത്തി പങ്കിടാത്ത ഇറാനെ പൊടുന്നനെയാണ് ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾ ആക്രമിക്കുന്നത്. അതിനൊരു പ്രധാന കാരണമായി അവർ പറഞ്ഞത് ഇറാൻ ആണവായുധം നിർമ്മിക്കാനുള്ള ശ്രമത്തിലാണെന്നും അത് ഏതു വിധേനയും തടയും എന്ന കാരണമാണ്. അതിനെ തുടർന്ന് അമേരിക്കയുടെ വമ്പൻ ആക്രമണവുമൊക്കെ ഇറാനിൽ നടക്കുകയുണ്ടായി. ഇതേ രീതിയിൽ മിഡിൽ ഈസ്റ്റിലെ മറ്റ് ഏത് രാജ്യത്തിനാണ് ആണവായുധ ശക്തി ഉള്ളത് എന്നൊരു ചോദ്യം വന്നാൽ അതിലേക ഉത്തരമായി ഉണ്ടാവുക ഒരുപക്ഷെ ഇസ്രയേൽ തന്നെയായിരിക്കും. എങ്കിലും തങ്ങൾ ആണവായുധമുള്ള രാജ്യമാണെന്ന് ഇസ്രയേൽ എവിടെയും പ്രഖ്യാപിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിലൂടെ ഇസ്രയേലിൻ്റെ ന്യൂക്ലിയർ ആയുധങ്ങളുടെ ചരിത്രമാണ് പരിചയപ്പെടുത്തുന്നത്. ഇസ്രയേലിന് ന്യൂക്ലിയർ ആയുധങ്ങളുണ്ടോ എന്നൊരു ചോദ്യം തന്നെ കൃത്യമായ ഉത്തരങ്ങളില്ലാതെ പല രീതിയിൽ പറഞ്ഞു വയ്ക്കാവുന്ന ഒന്നാണ്. എന്നാൽ ചരിത്ര വഴികളിൽ കൃത്യമായ ഉത്തരങ്ങൾ അതിനു പുറകിലുമുണ്ട്. ഇസ്രയേൽ എന്ന രാജ്യം സൃഷ്ടിക്കപ്പെടുന്നത് ഏത് നിമിഷവും നശിപ്പിക്കപ്പെടാം എന്നൊരു അവസ്ഥയിലൊക്കെയാണല്ലോ. 1948 മുതൽ പിന്നീടുള്ള പല വർഷങ്ങളിലും അതിർത്തി രാജ്യങ്ങളും തമ്മിൽ നിരന്തരം യുദ്ധങ്ങളും പോരാട്ടങ്ങളുമൊക്കെ അവിടെ ഇസ്രയേലിന് നേരിടേണ്ടതായി വന്നിട്ടുണ്ട്. അങ്ങനെ മുന്നേറിയ ഒരു രാജ്യം കൂടിയാണ് ഇസ്രയേൽ. 1979 അമേരിക്കയുടെ വെല സാറ്റലൈറ്റ് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ചില ബ്രൈറ്റ് ഫ്ലാഷുകൾ രേഖപ്പെടുത്തുകയുണ്ടായി. അവിടെയുള്ള സമുദ്രമേഖലയിൽ ചില വിസ്ഫോടനങ്ങൾ നടന്നതായി അമേരിക്ക മനസ്സിലാക്കുകയും ചെയ്തു. അത്തരത്തിൽ അവിടെ എന്തോ ഒരു പരീക്ഷണം നടന്നിരിക്കുന്നു എന്ന സ്ഥിരീകരണത്തിലേക്ക് അമേരിക്ക കടന്നെത്തി. രഹസ്യമായി ആരോ നടത്തിയ ആണവായുധ പരീക്ഷണമായിരുന്നു അത് എന്നതാണ് സ്ഥിരീകരണം. അവിടെയുള്ള രാജ്യങ്ങളെ മുഴുവൻ പരിശോധിച്ചു കൊണ്ടിരുന്ന അമേരിക്കയ്ക്ക് കൃത്യമായ ഉത്തരങ്ങളൊന്നും കണ്ടെത്താനായില്ല. സ്വാഭാവികമായും സൗത്ത് ആഫ്രിക്ക ആയിരുന്നു പ്രധാനമായും സംശയത്തിലുണ്ടായിരുന്നത്. എന്നാൽ സൗത്ത് ആഫ്രിക്കയ്ക്ക് ഇതിനായുള്ള ടെക്നോളജി എവിടെ നിന്നും ലഭിച്ചു എന്ന നിലയിൽ ചില പരിശോധനകൾ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. അതിൻ്റെ ഉത്തരമായിരുന്നു ഇസ്രയേൽ എന്ന രാജ്യം. ഇസ്രയേലിന് ആണവായുധ ശക്തി ആ സമയം തന്നെ ഉണ്ടായിരുന്നു എന്നതാണ് പ്രസക്തമായ ഒരു ചോദ്യം. ലോകം മുഴുവനും ഇന്ന് ഇസ്രയേലിൻ്റെ കയ്യിൽ ആണവായുധങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിലും ഇസ്രയേൽ അന്നു മുതൽ ഇന്ന് വരെയും ഔദ്യോഗികമായി ഈ ഒരു കാര്യത്തെപ്പറ്റി പറഞ്ഞിട്ടേയില്ല. ഇസ്രയേലിന് വ്യക്തമായ ന്യൂക്ലിയർ പോളിസിയുമുണ്ട്. അതിന് ഹീബ്രു ഭാഷയിൽ അമിമൂത്ത് എന്ന പേരുമുണ്ട്. അതിൻ്റെ പൊതുവെയുള്ള അർത്ഥം തന്നെ അവ്യക്തത നിറഞ്ഞ എന്ന രീതിയിലാണ്. ഇസ്രയേൽ അവരുടെ പക്കൽ ആണവായുധമുണ്ടെന്നോ ഇല്ലെന്നോ പറയുകയില്ല. ആധുനിക കാലത്ത് ഇസ്രയേലിൻ്റെ ആയുധശേഖരത്തിൽ 100 മുതൽ 500 വരെ ന്യൂക്ലിയർ വാർഹെഡ്സ് ഉണ്ടെന്നാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത്. ഇസ്രയേൽ രാജ്യം സൃഷ്ടിക്കപ്പെട്ടത് മുതൽ നിരന്തരമായി യുദ്ധങ്ങളിൽ ഏർപ്പെട്ടത് പറയുകയുണ്ടായല്ലോ. അപ്രകാരം ആ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് ശക്തമായ സൈനിക ശേഷി ആവശ്യമാണെന്ന് ആദ്യകാലങ്ങളിലെ ഭരണതലങ്ങൾ തീരുമാനിച്ചുറപ്പിച്ചിരുന്നു. അതിൽ നിർണായകം ആദ്യ പ്രധാനമന്ത്രി കൂടിയായിരുന്ന ഡേവിഡ് ബെൻ ഗുറിയോണുമായിരുന്നു. മിഡിൽ ഈസ്റ്റ് മേഖലയിൽ സമാധാനപൂർവ്വം ഭാവിയിൽ നിലനിൽക്കണമെങ്കിൽ ന്യൂക്ലിയർ ശക്തി ആവണമെന്ന് അദ്ദേഹം തീരുമാനിച്ചുറച്ചു. അതിൻ്റെ ഭാഗമായി തുടക്കകാലം മുതൽ തന്നെ ആണവായുധ ശക്തിയുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ ഇസ്രയേൽ നടത്താനും ആരംഭിച്ചു. ആദ്യകാലങ്ങളിൽ ഇസ്രയേലിന് സഹായവുമായി എത്തിയത് ഫ്രാൻസ് എന്ന രാജ്യമായിരുന്നു. അങ്ങനെ ഫ്രാൻസിൻ്റെ സഹായത്തോടെ 1957 കാലത്ത് നെഗവ് മരുഭൂമിയിൽ ഡിമോണ ന്യൂക്ലിയർ റിയാക്ടർ സ്ഥാപിക്കാൻ ആരംഭിച്ചു. 1960കളിൽ ഡിമോണ, സൊറാക്ക് എന്നിങ്ങനെ രഹസ്യമായ ന്യൂക്ലിയർ റിസർച്ച് സെൻ്ററുകളുടെ പണിയും ഏറെക്കുറെ പൂർത്തിയാവുകയുണ്ടായി. പൂർണ്ണ രഹസ്യമായി നിർമ്മിച്ചുകൊണ്ടിരുന്ന ഫെസിലിറ്റികളെ 1960കളിൽ തന്നെ അമേരിക്കയുടെ V2 സ്പൈ പ്ലെയിനുകൾ കണ്ടെത്തുകയും ചെയ്തു. അപ്രകാരം അമേരിക്കയും ഇസ്രയേലും തമ്മിൽ വലിയ തോതിൽ ചർച്ചകളും നടത്തപ്പെട്ടു. ഏതായാലും 1966 കാലത്ത് തന്നെ ഇസ്രയേൽ അവരുടെ ആദ്യ ആണവായുധ പരീക്ഷണം നടത്തി വിജയിച്ചു എന്നാണ് പൊതുവെ പറയുന്നത്. പ്രസിഡൻ്റായിരുന്ന നിക്സണും ഗോൾഡ മേയറും തമ്മിൽ ചർച്ചകളൊക്കെ നടക്കുകയും അപ്രകാരം അമേരിക്കയും ഇസ്രയേലും ചില തീരുമാനങ്ങളിൽ എത്തുകയുമുണ്ടായി.
ഇസ്രയേൽ തങ്ങളുടെ പക്കൽ ആണവായുധമുണ്ടെന്ന് പരസ്യമായി ഒരിക്കലും പറയില്ല. അതുപോലെ ന്യൂക്ലിയർ വെപ്പൺസ് പരസ്യമായി പരീക്ഷണം നടത്തുകയും ചെയ്യില്ല. അപ്രകാരം അമേരിക്ക ഇസ്രയേലിനെ ന്യൂക്ലിയർ നോൺ പ്രോലിഫറേഷൻ ട്രീറ്റിയിൽ ജോയിൻ ചെയ്യാനും നിർബന്ധിക്കില്ല. അതായത് ലോകത്തിനു മുന്നിൽ രഹസ്യമായി ആണവായുധം നിർമ്മിക്കാനും സൂക്ഷിക്കാനും അമേരിക്ക ഇസ്രയേലിനെ പിന്തുണച്ചു. മറ്റൊരർത്ഥത്തിൽ പബ്ലിക്കായി പരീക്ഷണം നടത്താത്ത, തങ്ങളുടെ കയ്യിൽ ആയുധമുണ്ട് എന്ന് പ്രഖ്യാപിക്കാത്ത ഇസ്രയേലിൻ്റെ അമിമുത് പോളിസിയെ അമേരിക്ക അംഗീകരിച്ചു. 1950കളിലും 1960കളിലും ഇസ്രയേലിനെതിരെ നിരന്തരം യുദ്ധം നടത്തിയിരുന്നവരായിരുന്നല്ലോ അതിർത്തിയിലെ അറബ് രാഷ്ട്രങ്ങൾ. ഈ മേഖലകളിലേക്ക് പരസ്യമായി ന്യൂക്ലിയർ ക്യാപ്പബിലിറ്റിയുള്ള രാജ്യമായി ഇസ്രയേൽ വന്നു തുടങ്ങി. അതിനപ്പുറം അതിർത്തി ദേശങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളും കുറഞ്ഞു വന്നതായി കാണാം. അപ്രകാരം ഇസ്രയേൽ ഭരണകൂടം തന്നെ നിലനിൽപ്പിന് ന്യൂക്ലിയർ ശക്തി ആവേണ്ടത് നിർണായകമാണെന്ന നിലപാടിൽ കൂടുതൽ ഉറച്ചു. ഏതായാലും UN അംഗമായ ഇന്ത്യ, പാകിസ്ഥാൻ, സൗത്ത് സുഡാനൊപ്പം ഇസ്രയേലും ന്യൂക്ലിയർ നോൺ പ്രോലിഫറേഷൻ ട്രീറ്റിയിൽ അംഗമാകാതെ ഇരിക്കുന്നു. ഇസ്രയേൽ അതിന് അമിമുത് പോളിസിയെയും ഉപയോഗിക്കുന്നുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ സിറിയ, ഇറാഖ് തുടങ്ങിയ മേഖലകളിലെ ന്യൂക്ലിയർ റിസർച്ച് സെൻ്ററുകൾ ഇസ്രയേൽ തന്നെ തകർത്ത ചരിത്രവുമൊക്കെ കാണാം. ഈ മേഖലയിൽ ഇസ്രയേലിന് എതിരായി ഉയർന്നു വരുന്ന ശക്തനായ ഇറാൻ എന്ന രാജ്യത്തിലേക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ ആക്രമണം നീണ്ടിരിക്കുന്നു. മിഡിൽ ഈസ്റ്റിൽ മറ്റൊരു ന്യൂക്ലിയർ ശക്തി തന്നെ ഉണ്ടാവരുതെന്ന നിലപാടിലാണ് ഇസ്രയേൽ നിലകൊള്ളുന്നത്. അതുപോലെ ഒരിക്കലും ആദ്യം അവർ ന്യൂക്ലിയർ ആയുധം ഉപയോഗിക്കില്ല എന്ന നിലപാടിലും നിലകൊള്ളുന്നു. അമിമുത് പോളിസിയിലൂടെ അന്താരാഷ്ട്ര മേഖലകളുടെ പരിശോധനയുമൊക്കെ ഇസ്രയേൽ തടഞ്ഞിരിക്കുന്നു. ലോകത്ത് ന്യൂക്ലിയർ യുദ്ധം എന്നത് പൊതുവെ നടക്കാൻ സാധ്യതയില്ലാത്ത ഒന്നാണ്. എങ്കിലും രാജ്യങ്ങളൊക്കെ തന്നെയും ന്യൂക്ലിയർ റിസർച്ച് ഫെസിലിറ്റികൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ കാരണം ശത്രുക്കൾ ആക്രമിക്കുന്നത് പൂർണ്ണമായും തടയപ്പെടും എന്നത് തന്നെയാണ്. അതിനിടയിൽ ഇസ്രയേൽ അവ്യക്തത നിറഞ്ഞ ന്യൂക്ലിയർ പ്രോഗ്രാമുമായി നിലകൊള്ളുകയും ചെയ്യുന്നു. 1986 ഇസ്രയേലിൻ്റെ ന്യൂക്ലിയർ ഫെസിലിറ്റിയിൽ ജോലി ചെയ്ത ഒരാൾ ചില വെളിപ്പെടുത്തലുകളൊക്കെ നടത്തുകയുണ്ടായി. എന്നാൽ അതിവേഗം മൊസാദ് ഏജൻറ്റുകൾ റോമിൽ നിന്ന് അദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോവുകയും ഇസ്രയേലിൽ 18 വർഷത്തെ തടവിന് ശിക്ഷിക്കുന്ന ചരിത്ര കാഴ്ചകളുമൊക്കെ ലോകത്ത് ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഇസ്രയേൽ ന്യൂക്ലിയർ ക്യാപ്പബിലിറ്റി എന്ന നിലയിൽ ഉയരുമ്പോൾ ഈ മേഖലയിൽ എതിർശബ്ദമായ ഇറാനും ആയുധങ്ങൾ നേടിയെടുക്കുന്നതിനായി കനത്ത മത്സരങ്ങൾ നടക്കുമെന്നത് ഉറപ്പാണ്. അതിൻ്റെ ഒരു വശമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇസ്രയേൽ ഇറാൻ പോരാട്ടങ്ങളിലൂടെ ലോകം കണ്ടതും. ഏതായാലും അമിമുത് പോളിസിയിലൂടെ ലോകത്തിനു മുന്നിൽ മറഞ്ഞിരിക്കുന്ന ന്യൂക്ലിയർ ശക്തിയായി ഇസ്രയേലും നിലകൊള്ളുന്നു എന്ന് പറയാം.